മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സിനിമാ മേഖലയൊക്കെ ഉണരല് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു മുമ്പേ റഫേലേക്ക് നോക്കൂ എന്നും പറഞ്ഞായിരുന്നു രംഗത്തെത്തിയത്. ഇപ്പൊ ഡൽഹിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് അന്യമര്യാദക്ക് സിനിമ പോലും ഇല്ലാത്ത നടന്മാരും നടിമാരൊക്കെ രംഗത്തുണ്ടോ. റഫേലേക്ക് നോക്കൂ എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോ ഡൽഹിയിലേക്ക് നോക്കൂ എന്നാണ് വിളിച്ചു പറയുന്നത്. നമുക്ക് ഏതായാലും സകല ആളുകളുടേതൊന്നും എടുത്ത് നമ്മളായിട്ട് പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം തന്നെ സിനിമയില്ലാത്ത ഒരുപാട് നടിമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്താ? കുറച്ച് ശ്രദ്ധ നേടണം. ശ്രദ്ധ കിട്ടണ BJPക്കെതിരെ, മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാ എന്നുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ എല്ലാവരുടേതൊന്നും എടുത്ത് നമ്മൾ പൊക്കിപ്പിടിച്ച് മുന്നോട്ട് വെക്കുന്നില്ല. മറിച്ച് ടൊവിനോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ഇതിന് മറുപടിയുമായിട്ട്, ഇതിന് ചുട്ട മറുപടിയുമായിട്ട് ഒരു സാധാരണക്കാരി രംഗത്തെത്തിയിട്ടുണ്ട്, ഒരു യുവതി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ മറുപടിയിലേക്ക് പോവാം. അതിനു മുമ്പ് എന്താണ് ടൊവിനോ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശരിയും തെറ്റും ആപേക്ഷികമായിരിക്കാം, പക്ഷെ സമാധാനപരമായ ഒരു പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യാനുള്ള വഴി ഇതല്ല. ഒരു രാജ്യത്തിന്റെ ഭാവി തലമുറ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തൽ ശക്തിയാൽ നേരിടുമ്പോൾ അത് അടിച്ചമർത്തപ്പെടുന്നത് ഭാവി തന്നെയാണ്. ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ് ചോർന്നൊലിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തു? അവർ സ്വത്ത് നശിപ്പിച്ചോ? അവർ അക്രമത്തിൽ ഏർപ്പെട്ടോ? ഈ പെരുമാറ്റം അറിയിക്കാൻ അവർ എന്താണ് ചെയ്തത്? നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സമാധാനപരമായി ന്യായമായ ഒരു ലക്ഷ്യത്തിനായി പ്രതിഷേധിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നു. വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന് ഭീഷണിയല്ല, വാസ്തവത്തിൽ അത് അതിന്റെ അടിത്തറകളിൽ ഒന്നാണ്. എന്റെ ദേശീയ ബോധത്തെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഏതൊരാൾക്കും നിങ്ങളെക്കാൾ നന്നായി എനിക്ക് എന്നെ തന്നെ അറിയാം. ഇതാണിപ്പോ സമാധാനമാണ് ഈ പോക്രോ ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തുന്നത് എന്നാണ് ഉളുപ്പില്ലാതെ പച്ച നുണ ലേറ്റസ്റ്റ് ആയിട്ട് ടൊവിനോ വിളിച്ചു പറയുന്നത്. ഈ പോസ്റ്റിന് മറുപടിയുമായിട്ട് ഒരു യുവതി രംഗത്തെത്തിയിട്ടുണ്ട്. അഭിരാമി എന്ന യുവതിയാണ് രംഗത്തെത്തിയത്. ഈ മാർച്ച് നേരിട്ട് കണ്ടു എന്ന് അവർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ കൊടുത്ത മറുപടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രിയ ടൊവിനോ, ഞാൻ വ്യക്തിപരമായി പാർലമെന്റിനടുത്ത് ചില രേഖകൾ ഹാജരാക്കാൻ ഉണ്ടായിരുന്നു. അതിനാൽ അവിടെ നടക്കുന്നതെല്ലാം വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായ പ്രതിഷേധം മാത്രമാണെന്ന് ദയവായി എന്നോട് പറയരുത്. മാധ്യമ റിപ്പോർട്ടുകളിലൂടെ കണ്ടത് മാത്രമല്ല, വ്യക്തിപരമായി കണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായും സമാധാനപരമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുമുതൽ ആക്രമിക്കപ്പെട്ടത്? എന്തിനാണ് കല്ലെറിഞ്ഞത്? പോലീസുകാരെ വലിയ കല്ലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത് എന്തുകൊണ്ട്? പോലീസ് 1 കിലോമീറ്ററോളം അകലെയായിരുന്നു. എന്നിട്ടും ആളുകൾ അവരുടെ അടുത്തേക്ക് നീങ്ങുന്നതും സംഘർഷങ്ങൾ നടക്കുന്നതും ഞാൻ വ്യക്തിപരമായി കണ്ടു. സമാധാനപരമായ പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമത്തെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഭരണഘടനാപരമായ അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ പൂർണ്ണമായി പിന്തുണക്കുന്നു. പക്ഷെ ഒരേ ഭരണഘടനയാണ് നമ്മളെ എല്ലാവരെയും നിയമത്തിന് കീഴിൽ സ്ഥാപിക്കുന്നത്. ഞാനും നിങ്ങളും പ്രതിഷേധക്കാർ, പോലീസ്, രാഷ്ട്രീയക്കാർ എല്ലാവരും. മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതും അടിസ്ഥാനമാക്കിയായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അവിടെ ശാരീരികമായി ഉണ്ടായിരുന്നവർ സാക്ഷ്യം വഹിച്ചത് ദയവായി തള്ളിക്കളയരുത്. ഈ പ്രത്യേക ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പൂർണ്ണമായി വിയോജിക്കുന്നു. സമാധാനപരമായി പ്രതിഷേധിക്കുക, സർക്കാരിനെ ചോദ്യം ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. എന്നാൽ ആ അക്രമവും നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്നതും സമാധാനപരമായ പ്രതിഷേധം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതാണ് ഡൽഹി പ്രതിഷേധം കണ്ട ഓരോ മലയാളിയും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു. ഡൽഹിയിൽ നടക്കുന്നത് കോക്രോ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കലാപമാണ്, അതൊരു പ്രതിഷേധമല്ല. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഭരിക്കുന്ന ആളുകളോട് യോജിപ്പൊക്കെ തന്നെയാ, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് പാർലമെന്റിന് നേരെ ആക്രമണം നടത്തുക, നമ്മുടെ രാജ്യത്ത് കലാപം നടത്തുക, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക, ഇതൊന്നും അംഗീകരിക്കാൻ ഒരു ജനാധിപത്യ വിശ്വാസിയെ കൊണ്ടും സാധിക്കില്ല. ടൊവിനോ ഉയർത്തുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് കലാപത്തെ പിന്തുണക്കുന്ന അത് ജനാധിപത്യമല്ല. അത് നമ്മുടെ കേരളത്തിലെ ഇടതിനെയും വലതിനെയും മോദി വിരുദ്ധ
കേന്ദ്ര സർക്കാർ വിരുദ്ധ ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൊവിനോ തോമസിന്റെ തരികിട ഏർപ്പാടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. മലയാള സിനിമാ നടന്മാരാണല്ലോ, മലയാളികളാണല്ലോ സിനിമ കണ്ട് വിജയിപ്പിക്കുന്നത്. ഇവരെയൊക്കെ നടന്മാരൊക്കെ തന്നെ ആക്കുന്നത് അവരുടെ കൈവിണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. അപ്പൊ ഒരു ഉത്തരവാദിത്വം മലയാളികളോട് ആദ്യം കാണിക്കണം ഈ സിനിമാ നടന്മാരെ. PSC നിയമനം നടക്കാഞ്ഞിട്ട് നമ്മളിൽപ്പെട്ട യുവാക്കൾ മലയാളികൾ മണ്ണ് വാരി തിന്ന തലസ്ഥാന നഗരിയിലേക്ക് ഒന്ന് പോയി നോക്കണം. ടൊവിനോ ഒക്കെ ഡൽഹിയിൽ എന്താ നടക്കുന്നത് എന്ന് ഡൽഹിയിൽ ഒന്ന് പോയി നോക്കണം. ഇവിടുത്തെ മലയാള മാധ്യമം കണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് കാണാൻ സാധിക്കും പോലീസുകാരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. എന്നെ ലളിതമായ മറ്റൊരു ചോദ്യമുണ്ട്. എന്താണ് പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ടൊവിനോ ഒക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? നീതിയാണ്. ആ നീതി നടപ്പിലാക്കി കഴിഞ്ഞു. ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം. അതായത് ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. CBIയെ കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തി. കോച്ചിങ് സെന്ററുകൾ മുതൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള ഓരോ ആളുകളെയും തേടിപ്പിടിച്ച് വേട്ടയാടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ തള്ളിയില്ലേ? പിന്നീട് എക്സാം നടത്തുന്നതിന് നേതൃത്വം കൊടുത്തത് രാജ്യത്തെ ഡിഫൻസ് മിനിസ്റ്ററാണ്. ഈ നീറ്റ് എക്സാം സുപ്രീം കോടതി എന്തൊക്കെ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ച് അതൊക്കെ തന്നെ അംഗീകരിച്ച് അതൊക്കെ തന്നെ നടപ്പിലാക്കാൻ ഡിഫൻസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ വീണ്ടും എക്സാം നടത്തിയില്ലേ? ജൂലൈ 17 റിസൾട്ട് വന്നില്ലേ? 11.5 ലക്ഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തില്ല. അതായത് നീറ്റ് എക്സാം വീണ്ടും നടത്തി അതിന്റെ റിസൾട്ട് ഒക്കെ തന്നെ വന്നു കഴിഞ്ഞു. അതും കുറ്റക്കാരായവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? നമ്മുടെ പാർലമെന്റ് പൊളിക്ക്. ലളിതമായ ചോദ്യം. ഇനി എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ ആവശ്യം? രാജ്യത്ത് കലാപം ഉണ്ടാക്കി, രാജ്യത്ത് മറ്റൊരു നേപ്പാൾ ഉണ്ടാക്കി, മറ്റൊരു ബംഗ്ലാദേശ് ആവർത്തിക്ക്. ഇതൊക്കെയാണോ ടൊവിനോ ഒക്കെ പിന്തുണയ്ക്കുന്നത്? ലളിതമായിട്ട് ഓരോ മലയാളിയും തിരിച്ചറിയാ, നമ്മൾ ആരും തന്നെ ഒരു സമരത്തിനും എതിരല്ല. നമ്മൾ എതിർക്കുന്നത് കലാപത്തെയാണ്. നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. നമ്മള് ഇതുപോലെയുള്ള കലാപങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് തോൽപ്പിക്കണം. ടൊവിനോ ചെയ്യുന്നത് നെറുകേടാണ്. ഇവിടെ സിനിമാ നടന്മാര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാതിട്ടാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം തേടോ. രാജ്യത്തെ വെല്ലുവിളിക്കുന്നവരെ പിന്തുണയ്ക്കാതിരിക്കൂ. ഇതൊക്കെ ഒരു സാമാന്യ ബോധമല്ലേ? രാജ്യത്തെ ഒരു പക്ഷേ വല്ല തെറ്റിദ്ധാരണയും വന്നിട്ടാണെങ്കിൽ ടൊവിനോടൊക്കെ പറയാനുള്ളത് കോക്രോച്ച് ജനതാ പാർട്ടി കലാപകാരികളാ, ഒരു തർക്കമില്ല. അത് പക്ഷേ കലാപത്തിനാണ് അവർ നേതൃത്വം കൊടുക്കുന്നത്. അതിന് ഒരുപാട് തെളിവുകൾ ഒന്ന് ഇന്റർനെറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുക, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുക, അങ്ങനെ എന്തൊക്കെ എത്ര തെളിവുകൾ വേണമെങ്കിലും പരിശോധിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാ മലയാളികളും തിരിച്ചറിയുക, കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണക്കുന്നവർ കലാപകാരികളെയാണ് പിന്തുണക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.